ബാത്റൂമിൽ വുളു എടുക്കുന്നത് ഫഇന്ന മുഅ്ളമൽ വസ്വാസി മിൻഹു ഖാല റസൂലുള്ളാഹി ഫഇന്ന മുഅ്ളമൽ വസ്വാസി മിൻഹു തുർമദി രേഖപ്പെടുത്തിയ ഹദീസിൽ കാണാം ഫഇന്ന മുഅ്ളമൽ വസ്വാസി മിൻഹു കാഷ്ടിക്കുകയും മൂത്രിക്കുകയും ചെയ്യുന്ന സ്ഥലത്ത് വെച്ച് വുളു ചെയ്യുമ്പോഴാണ് കൂടുതൽ വസ്വാസം ഉണ്ടാവുക. ഒരാൾ വുളു ചെയ്ത് ഉറങ്ങാൻ കിടന്നാൽ പിന്നെ വുളു മുറിഞ്ഞാലും അവന് വുളു ഉള്ളവന്റെ ഹുക്മാണ്. ചില ആളുകൾ ചോദിക്കും, വുളു ചെയ്ത് ഉറങ്ങാൻ കിടന്നു, പക്ഷേ വുളു കട്ടിൽ കയറി കിടന്നാൽ തന്റെ കൂടെ കിടക്കുന്ന ആളെ ശരീരത്തിൽ തൊട്ടാ വുളു മുറിഞ്ഞല്ലോ, അയ്യോ കണ്ട. വുളു ചെയ്ത് കിടക്കൽ പുതിയ മസലയാണ്. അത് ചെയ്ത് കിടക്കുക. ആ വുളുവോടുകൂടെ നീ സ്പർശിക്കേണ്ടവരെ സ്പർശിക്കാവുന്നതും ശറഅാണ്. അപ്പോൾ വുളു മുറിഞ്ഞാലും പ്രശ്നമില്ല. വുളുവോടുകൂടെ അത് ചെയ്യാൻ ശറഅന്റെ കൽപ്പനയാണ്. ഇനി വേണമെങ്കിൽ നിനക്ക് ഉറങ്ങുന്നതിന് മുമ്പ് പിന്നെ വുളു എടുക്കാം. വുളു ഏതായാലും നല്ലതാണ്. വുളു ഒരു മനുഷ്യന് ഏറ്റവും നല്ലത്. ഒരു മനുഷ്യൻ ദേഷ്യത്തിന്റെ പ്രേരണ എന്താ? പിശാച്. ദേഷ്യം വന്നാൽ ചെയ്യേണ്ട മസല എന്താ? വുളു എടുക്കുക. ഈ കൊല്ലത്തിൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, വുളു ആകുക, ഫുള്ള് വുളു കൊണ്ടിരിക്കുക. പിന്നെ വുളുവിൽ ശ്രദ്ധിക്കേണ്ട കാര്യം, ഖൈറായ വുളു എന്ന് പറഞ്ഞാൽ ഏതാണ്? അഖല്ലു സൗഫൻ മിനൽ മാഇ, വെള്ളം ഏറ്റവും കുറഞ്ഞ് ഉപയോഗിച്ച വുളുവിലാണ് ഏറ്റവും ബറക്കത്തുണ്ടാവുക. വെള്ളം ഏറ്റവും കൂടുതൽ ഉപയോഗിച്ച വുളുവാണ് ബറക്കത്തില്ലാത്ത വുളു. വഇൻ കുൻത അലാ നഹരിൻ ജാരിൻ, സമൃദ്ധമായി ഒഴുകുന്ന പുഴയുടെ കരയിലാണെങ്കിൽ വുളു എടുക്കുമ്പോൾ എന്ത് ചെയ്യരുത്? വെള്ളം കൂട്ടരുത് എന്ന് മുഹമ്മദ് മുസ്തഫ. വെള്ളം കൂടുതൽ ഉപയോഗിക്കരുത്. ഫഇന്ന ഫിൽ മാഇ ലശൈത്താനൻ ഇസ്മുഹു വലഹാൻ, വെള്ളത്തിൽ ഒരു ശൈത്താൻ ഉണ്ട്, അതിന്റെ പേര് വലഹാൻ എന്നാണെന്ന് മുഹമ്മദ് മുസ്തഫ. വെള്ളത്തിൽ കളിക്കരുത്, വെള്ളം കൂടുതൽ ഉപയോഗിക്കരുത്. ബാത്റൂമിൽ വുളു എടുക്കുന്നത് ഫഇന്ന മുഅ്ളമൽ വസ്വാസി മിൻഹു ഖാല റസൂലുള്ളാഹി ഫഇന്ന മുഅ്ളമൽ വസ്വാസി മിൻഹു തുർമദി രേഖപ്പെടുത്തിയ ഹദീസിൽ കാണാം ഫഇന്ന മുഅ്ളമൽ വസ്വാസി മിൻഹു കാഷ്ടിക്കുകയും മൂത്രിക്കുകയും ചെയ്യുന്ന സ്ഥലത്ത് വെച്ച് വുളു ചെയ്യുമ്പോഴാണ് കൂടുതൽ വസ്വാസം ഉണ്ടാവുക. ഇന്ന് മിക്കവാറും ആളുകളുടെ രോഗം എന്താണല്ലോ? വസ്വാസ്. അതിൽ ബർക്കത്തും ഉണ്ടാവില്ല. കാരണം ശൈത്താൻ താമസിക്കുന്ന സ്ഥലമാണ് ഏത്? ബാത്റൂം. ഞാൻ ബാത്റൂമിൽ നിന്ന് വുളു എടുക്കാൻ ആലോചിക്കുമ്പോഴത്തിന് അപ്പത്തന്നെ എനിക്ക് തോന്നും ബർക്കത്ത് ഉണ്ടാവില്ലല്ലോ, നമ്മളെ അമൽ ചെയ്യാൻ വേണ്ടി പോവുകയാണല്ലോ, അപ്പൊ വേഗം അവിടെ നിന്ന് ഒഴിവാക്കി പിന്നെ അവിടെ വരും, പുറത്ത് വരും. സത്യത്തിൽ നമ്മൾ ബാത്റൂമിൽ നിന്ന് വുളു എടുക്കാൻ നമുക്കൊരു സുഖമാണ്. കാരണം പിന്നെ വുളുവിന്റെ സ്ഥലത്തേക്ക് വേറെ പോയി ചെയ്യണം. അപ്പൊ നമ്മളെ പഴയ രീതി അനുസരിച്ച് നമ്മളെ അവിടെ നിന്ന് ആയിപ്പോവും. പക്ഷെ അപ്പോഴത്തേന് മനസ്സിൽ വരും, ഇപ്പൊ എന്റെ മനസ്സിന് പൂർണ്ണമായി മാറി. കക്കൂസ് വുളു എടുക്കുകയാണെങ്കിൽ കിബിലക്ക് മുന്നിടാം. എന്നാൽ വേറെ സ്ഥലത്ത് വുളു എടുക്കുകയാണെങ്കിൽ അത് കഴിയൂല. എന്നാലും വേറെ സ്ഥലത്ത് എടുക്കലാണ് നല്ലത്. ഇപ്പൊ വീട്ടിൽ നമുക്ക് വുളുവിന് സൗകര്യം ചെയ്യുമ്പോൾ ചിലപ്പോൾ അത് കിബിലക്ക് മുന്നിട്ടായി കിട്ടാനൊന്നും എവിടെയെങ്കിലും ഒരു ഒഴിഞ്ഞ സ്ഥലത്ത് ഒപ്പിക്കുക മതി. വസ്വാസിലെ ഭൂരിഭാഗവും ഉണ്ടാവുന്നത് കക്കൂസിൽ വുളു എടുക്കുന്നത് കൊണ്ടാണെന്ന് മുഹമ്മദ് മുസ്തഫ. അല്ലാഹു നമ്മളെ കാത്ത് രക്ഷിക്കട്ടെ. അൽഹംദുലില്ലാഹ്, 1000 വട്ടെങ്കിലും എല്ലാ ദിവസവും ചെല്ലാൻ ശ്രമിക്കുക. എല്ലാ ദിവസവും റമദാൻ കഴിയുന്നത് വരെ അൽഹംദുലില്ലാഹ് 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 എല്ലാ ദിവസവും. എന്തുകൊണ്ട്? ജഅലനാ മിനൽ മുസ്ലിമീൻ, അല്ലാഹ് നമ്മൾ ആരാക്കിയില്ലേ? മുസ്ലിമാക്കിയില്ലേ? ഈ റമദാൻ കഴിയുന്നത് വരെ പിന്നെ തുടർന്നോളൂ. ഒരു നിർബന്ധമായി പിടിക്കുക. എന്ത്? അൽഹംദുലില്ലാഹ് 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 അൽഹംദുലില്ലാഹ്. ഒരു വളരെ കുറഞ്ഞ നേരം കൂടെ അവർ ചെയ്തു തീർക്കുക. ദാരിദ്ര്യം ഉണ്ടാവില്ല. അൽഹംദുലില്ലാഹ് 1000 വട്ടം ദിവസം ചെല്ലിയ ദാരിദ്ര്യം ഉണ്ടാവില്ല. 10-15 മിനിറ്റ്. അഫ്ളലു ദുആഇ അൽഹംദുലില്ലാഹ്, ദുആകളിൽ ഏറ്റവും വലിയ ദുആ അൽഹംദുലില്ലാഹ് ആണ്. മുഹമ്മദ് മുസ്തഫ ലഇൻ ശകർതും ലഅസീദന്നകും, ഇത് നന്ദിയുടെ വാക്കാണ്. നന്ദി ചെയ്താൽ ഞാൻ നിങ്ങൾക്ക് ഖൈർ കൂട്ടിത്തരുമെന്ന് റബ്ബ് സുബ്ഹാനഹു വ തആല പറഞ്ഞിട്ടുണ്ട് പരിശുദ്ധ ഖുർആനിൽ. ഖാല അല്ലാഹു അസ്സ വജൽ അൽഹംദുലില്ലാഹ് കലിമത്തു ശുക്രി. അൽഹംദുലില്ലാഹ് എന്ത് വാക്കാണ്? ശുക്രിന്റെ വാക്കാണ്. ലഇൻ ശകർതും ലഅസീദന്നകും, നിങ്ങൾ ശുക്ർ ചെയ്യാൻ നിങ്ങൾക്ക് ഞാൻ ഖൈറിനെ കൂട്ടിത്തരാം. അല്ലാഹു പറഞ്ഞല്ലേ 1000 വട്ടം അൽഹംദുലില്ലാഹ് 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 അൽഹംദുലില്ലാഹ്. സുബഹിസ്കാരം കഴിഞ്ഞിട്ട് സൂര്യാത്തിന് 100 വട്ടം അൽഹംദുലില്ലാഹ് 100 ഒട്ടകം കഅബാലയത്തിന്റെ അടുത്ത് ദാനം ചെയ്ത കൂലിയാണ്. സുബ്ഹാനല്ലാഹ് എന്താണ്?
അൽഹംദുലില്ലാ ഉണ്ട്. ഭാഗ്യക്കാരല്ലേ നിങ്ങൾ. ഇന്ന് കഅബാലയത്തിനകത്ത് 100 ഒട്ടകം കൊടുത്തിരുന്നു. 100 ഒട്ടകം കഅബാലയത്തിന്റെ അടുത്ത് ദാനം ചെയ്ത കൂലിയാണ്. ഉദയത്തിന് മുമ്പ് 100 വട്ടം സുബ്ഹാനല്ലാഹ് 100ഉം അൽഹംദുലില്ലാ 100. കഅബാലയത്തിനടുക്കൽ 100 ഒട്ടകം വെറുതെ കൊടുത്ത കൂലിയ, സ്വതക്ക കൊടുത്ത കൂലിയ. ബഹുമാനപ്പെട്ട ഹറമിൽ വെച്ചിട്ട് കഅബാലയത്തിന്റെ പരിസരത്ത് 100 ഒട്ടകം വെറുതെ കൊടുത്ത കൂലിയ. സുബ്ഹാനല്ലാഹ് അൽഹംദുലില്ലാ 100 ചെല്ലിയാൽ. പക്ഷെ എന്തായിരിക്കണം? ഉദയത്തിന് മുമ്പായിരിക്കണം, മഗ്‌രിബിനെ അസ്തമിക്കുന്ന മുമ്പായിരിക്കണം. അല്ലാഹു തആല തൗഫീഖ് തരട്ടെ. അപ്പൊ ഇത്ര കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ച കാര്യങ്ങളൊക്കെ ഭംഗിയായി പോകും. അല്ലാഹു തആല നമുക്കൊക്കെ ഭംഗിയാക്കി തരട്ടെ. വലിയ നിഅമത്തും കിട്ടാൻ വേണ്ടി ആരും ആഗ്രഹിക്കണ്ട. പൈസയൊക്കെ കൂടിക്കഴിഞ്ഞാൽ നമുക്ക് അള്ളാഹിനെ മറന്നൂലേ. നമുക്ക് പൈസ കൂടണ്ട, കുറയും വേണ്ട. എനിക്കേതായാലും പൈസ കൂടുതൽ ആവശ്യമില്ല, കുറച്ച് പൈസ ആവശ്യം. അങ്ങനെ ഒത്തുപോകും, അത്ര തന്നെ. അല്ലെങ്കിൽ നമുക്ക് എന്താണെന്നറിയോ, നമുക്ക് അള്ളാഹിന് ബോധം ഉണ്ടാവില്ല, നമ്മളെ കുട്ടികൾക്ക് അള്ളാഹിന് ബോധം ഉണ്ടാവും. അള്ളാഹു നമ്മളെ കാത്തി രക്ഷിക്കട്ടെ. നമ്മൾ സുന്നികളാണ്. ഇശാ മഗ്‌രിബിന്റെ ഇടയിൽ ഒരു മങ്കൂസ് പോലും ഇടും എല്ലാ രാത്രിയും, അല്ലെങ്കിൽ സുബഹിന്റെ ശേഷം. ഇശാ മഗ്‌രിബിന്റെ ഇടയിൽ അഫ്ളൽ സനാഉ റസൂലില്ലാ. അത് കഴിഞ്ഞിട്ട് തറാവീന് പോയാൽ മതി. ആ പൊരയിൽ സ്വകാര്യ രീതിയിൽ കളി, അല്ലെങ്കിൽ കുട്ടികളെ കൂടി നോമ്പ് പറഞ്ഞ് ഒരു മങ്കൂസ് പോലും ഫുള്ളായിട്ട്. ഫുള്ളല്ലാത്ത മങ്കൂസ് ഇല്ല. ആയിക്കോട്ടെ കുട്ടി, എന്നാ വേറെ നേരായി കളി. നിങ്ങൾ എന്ത് ചെയ്യണം? ഭാര്യ മക്കളൊക്കെ കൂടി ഒരു മങ്കൂസ്, അല്ലെങ്കിൽ സുബഹി നിസ്കരിച്ചു, നിസ്കാരം കഴിഞ്ഞു, നിങ്ങൾ അവിടെ തന്നെ ഇരുന്നിട്ട് എന്ത് ചെയ്യാ, നിങ്ങൾക്കൊരു അത്യാവശ്യം ഓതുന്ന ഒരു സമയം കഴിഞ്ഞു, അല്ലെങ്കിൽ അത് കഴിഞ്ഞിട്ട് ഓടിക്കളി. വേഗം എന്ത് ചെയ്ത്, അല്ലെങ്കിൽ ഒരു ചിട്ടയിൽ പോകാൻ വേണ്ടിയിട്ടാ. സുബഹിന്റെ ദുആ അത് കഴിഞ്ഞാൽ പള്ളിയിലാണെങ്കിൽ അങ്ങനെ, പൊരയിലാണെങ്കിൽ അങ്ങനെ, പെണ്ണുങ്ങളോടും കുട്ടികളോടും പറയാ അങ്ങനെ. ഇതിനെന്താ തെളിവെന്ന് ചോദിച്ചാൽ നടക്കരുത്. സുബ്ഹാന മൗലിദ് എന്ന് പറഞ്ഞാൽ ഇന്ന് നമ്മൾ മങ്കൂസ് ഓതുന്നതിന്റെ ഒരു 4 ഇരട്ടി നേരം ഇരുന്നാലേ എന്ത് തീരൂ. എന്നിട്ട് അവരുടെ മുൻഗാമികളും ആലിമീങ്ങളും ഒക്കെ എന്ത് ചെയ്യും? സുബ്ഹാന മൗലിദ് തുടങ്ങിയാൽ അത് തീർത്തിട്ടേ വേറെ പണിയെടുക്കുള്ളൂ. അതാണ് പറഞ്ഞത്. തമിഴ്നാട്ടിലെ ആയത്താ, പഴയ കാലത്ത് നമ്മളെ നാട്ടിലെ ആയത്താ. അതിനെ ചുരുക്കിയതാണ് എന്ത്? മങ്കൂസ്. നമ്മൾ ചുരുക്കുകയാണെങ്കിൽ ഇവനെ വേണ്ട. അപ്പൊ ഇതൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക. ഒരു മങ്കൂസ് ഓടുക, സുബ്ഹാനല്ലാഹി വൽഹംദുലില്ലാഹി വലാ ഇലാഹ ഇല്ലല്ലാഹു 100 വട്ടം ചൊല്ലി ഇങ്ങനെ ചൊല്ലിപ്പോയി ഓരോ സൂറത്തും കഴിഞ്ഞു ചൊല്ലിയിട്ട് വരക്കും. അതാ പറഞ്ഞ നേരാണ്. അത് പഴയകാല ഉറുഫാണ്, ആദത്താണ്. അതിനൊക്കെ വലിയ കൂലിയുണ്ടും. അർബഉ കലിമാത്തിൻ അഫ്ളലു ബഅദൽ ഖുർആൻ. ഖുർആൻ കഴിഞ്ഞാൽ ഏറ്റവും പ്രധാന 4 കലിമത്താണ് സുബ്ഹാനല്ലാഹി വൽഹംദുലില്ലാഹി വലാ ഇലാഹ ഇല്ലല്ലാഹു വല്ലാഹു അക്ബർ. അപ്പൊ അതൊക്കെ അത്തരം ചിട്ടവട്ടങ്ങളൊക്കെ ശ്രദ്ധിക്കുക. മങ്കൂസ് മൗലൂദ് ഓതിയിരിക്കണം. അത് റമളാനിൽ ദായിമാക്കുക. അത് കഴിഞ്ഞിട്ട് പിന്നെ നിത്യജീവിതത്തിൽ ദായിമാക്കുക. അതൊക്കെ നിത്യജീവിതത്തിൽ ദായിമാക്കുക. അതൊക്കെ നമ്മളെ ക്ലാസ് കൊണ്ട് ലക്ഷ്യം. അല്ല, നമ്മളെ ക്ലാസ്സിന്റെ ലക്ഷ്യത്തിൽപ്പെട്ടതാണ് എന്ത്? മങ്കൂസ് മൗലൂദ് ദായിമാക്കി ഓടുക. സനാഉ റസൂലില്ലാ, സനാഉ റസൂലില്ലാ, സനാഉ റസൂലില്ലാ. ഖുർആനും മുത്തുനബിയും നോക്കിയാൽ അഫ്ളൽ ഏതാണ്? മുത്തുനബിയാ. ഖുർആനും മുത്തുനബിയും നോക്കിയാൽ മുഅ്മിനീന് അൻഫായ കാര്യം മുത്തുനബിയാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം. എന്നാ ഖുർആൻ നിസാരമാണോ? അല്ല. മുത്തുനബിയുടെ അല്ലാതെ വന്നാൽ ഖുർആൻ കൊണ്ട് പേക്കും, മുത്തുനബി കൊണ്ട് ഒരു കാലത്തും പേക്കൂല. മുത്തുനബിയെ കൂട്ടിയാലേ ഖുർആൻ നേരെയാവുള്ളൂ, ഇല്ലെങ്കിലോ പേക്കും. മുത്തുനബി കൊണ്ട് പേക്കുന്നു. അള്ളാഹുവിന്റെ ദീനിനെ തള്ളണോരാദ്യം ആരെ ഒഴിവാക്കുക? ഖുർആൻ ഒരിക്കലും ഒഴിവാക്കൂല. കാരണം ഏത് കാഫിറിനും ഖുർആൻ ഉപയോഗിക്കാൻ കഴിയും, മുത്തുനബിനെ ഉപയോഗിക്കാൻ കഴിയും. അള്ളാഹിന്റെ ദീനിനെ നശിപ്പിക്കാൻ നോക്കണവർ ആദ്യം ആരാണ് ഒഴിവാക്കുക? മുത്തുനബിനെ അല്ലല്ലോ. ഖുർആൻ ഇവിടെ ഏത് കാഫിറിനും ഒഴിവാക്കേണ്ടി വരില്ല. അവർക്ക് പറ്റിയ പോലത്തിന് എന്ത് ചെയ്യും? മേനെ നോക്കും. മുത്തുനബിയോ അത് നടക്കൂല. മുത്തുനബിയും ഖുർആനാണ്, ഖുർആനും ഖുർആൻ. എന്താ വ്യത്യാസം? ഇത് തമ്മിൽ വ്യത്യാസം ഉണ്ടാവില്ല. ഒന്ന് ഖൽഖാണ്, ഒന്ന് റബ്ബിന്റെ കലാമാണ്. ഇത് തമ്മിലൊരു വ്യത്യാസം ഉണ്ടാവില്ല. നബിയും ഖുർആൻ വ്യത്യാസം ഉണ്ടാവില്ല. ഒന്ന് തിയറിയാണ്, ഒന്ന് പ്രാക്ടിക്കലാണ്. ഖുർആന്റെ പ്രാക്ടിക്കലാണ് ആര്? റസൂലുള്ളാഹി. ഖുർആന്റെ തിയറിയാണ് എന്ത്? കലിമാത്ത്. ഫാത്തിഹ മുതൽ നാസ് വരെയുള്ളത് എന്താണ്? ഖുർആന്റെ തിയറിയാ. തിയറിയെ ചിലപ്പോൾ സാധാരണ ജനങ്ങൾക്ക് പ്രയോഗവൽക്കരിക്കാൻ കഴിയും, പക്ഷെ പ്രാക്ടിക്കലിനെ എന്നും പ്രയോഗവൽക്കരിക്കാൻ. എത്ര തിയറി പഠിച്ചാലും പ്രാക്ടിക്കൽ ഇല്ലെങ്കിൽ ഒരു കാര്യത്തിന് ഇറങ്ങാൻ പറ്റില്ല. സത്യല്ലേ? പറയും, സത്യല്ലേ? MBBS ഫസ്റ്റ് ക്ലാസ് ആയി പാസ്സായി, പക്ഷേ എന്ത് വേണം?
ഔസർജൻസി ആണ്. ഇല്ലെങ്കിൽ അതാണ് തിയറി പ്രാക്ടിക്കൽ വ്യത്യാസം. ഖുർആനാണ്, നബിയും മുഹമ്മദ് മുസ്തഫ ഖുർആനാണ്. അതെന്ത് ഖുർആൻ? പ്രാക്ടിക്കൽ ഓഫ് ഖുർആൻ. കൈഫ കാന ഖുലുഖു റസൂലില്ലാഹ്, റസൂലുള്ളാഹിയുടെ സ്വഭാവം എങ്ങനെ ഉണ്ടായിരുന്നു? എന്താ മറുപടി? കാന ഖുലുഖുൽ ഖുർആൻ, നബിയുടെ സ്വഭാവം ഖുർആനിൽ നിന്നായിരുന്നു എന്നാണോ ആയിഷ ബീബി പറഞ്ഞത്? അല്ലടാ, നബിയുടെ സ്വഭാവം ഖുർആനായിരുന്നു.